പോയി കഴിഞ്ഞപ്പോഴാണ് പിന്നെ ആ കൊച്ചിനെ എടുത്ത് കൊച്ചിനെ കൊണ്ട് ഇടുക്കിക്കകത്ത് പോകുന്നത്. അങ്ങനെ പോയി ഇങ്ങനെ സംഭവിച്ചു. ആ കുഞ്ഞിനെ കണ്ടപ്പോഴത്തേന് അവർ 3 പ്രാവശ്യം ഞാൻ ഇവിടെ കയറി ഈ ശവം കണ്ടു. ആ കുഞ്ഞിൻ്റെ കിടപ്പാണ് നമുക്ക് മനസാക്ഷിയുള്ളവർക്കൊന്നും പറ്റിയല്ല. പിന്നെ ഇവരുടെ കുടുംബം ഇവർക്ക് ഭയങ്കര സാമ്പത്തികമുള്ളവർ ഇപ്പം പ്രധാനമായ നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ വിളിച്ച് പറഞ്ഞ് കാശ് മുടക്കി എല്ലാം ചെയ്യാനുള്ള കഴിവുണ്ട്, ഹെൽപ്പുണ്ട്. നമ്മളൊക്കെ സാധാരണക്കാരാണ്, നമുക്ക് സങ്കടമുണ്ട്, അത്രേ ഉള്ളൂ. നേരത്തെ ഈ വീട്ടുകാരെ അറിയാമായിരുന്നു ചേട്ടനോ? നേരത്തെ അറിയാം. നമ്മൾ അങ്ങോട്ട് ഈ പള്ളി ഇടവേ ഞാൻ ഇതിലെ വരിക, നമ്മൾ പള്ളിയിൽ പോകാതെ ഇവരുമായിട്ട് യാതൊരു ടച്ചും ഇല്ല. ഇവരാരുമായിട്ട് പ്രിൻസിപ്പലുമായിട്ട് ഞാൻ സംസാരിച്ചില്ല. എൻ്റെ മാളെ എൻ്റെ കെട്ടിയ ചെറുക്കൻ ജിൻസ്, അവൻ ആംബുലൻസുമായിട്ട് ഇവിടെ കിടക്കുന്നത്. ആംബുലൻസ് സർവീസാണ് അവർക്ക് ഇവിടെ. അവൻ ഇവിടെ 2-ാം വാർഡിൻ്റെ ഇതിന് വന്ന് ആ കുഞ്ഞിനെ മൂത്ത കൊച്ചിനുമായിട്ട് സംസാരിച്ചു, എടുത്തുകൊണ്ട് നടക്കുകയും കയ്യെ പിടിക്കുകയും പിരിവിനൊക്കെ വരികയും അങ്ങനെ അവർക്ക് സന്തോഷമായിട്ട് ഉണ്ടായി. പിന്നെ അവൻ്റെ അനിയനാണ് ഇതിന് മുൻകൈ എടുത്തിപ്പം ഇത് സംഘടിപ്പിച്ചത്. അപ്പച്ചനെയൊക്കെ അറിയാം, നമ്മൾ ഇടപെടലില്ല. ബീന ടീച്ചറുമായിട്ടും ഇടപെടലില്ല, വിവരമില്ല. അവരങ്ങനെ ആരുമായിട്ട് സംസാരിക്കുക ഇടപെടുകയൊക്കെ ചെയ്യുന്ന ആളല്ല. ഇങ്ങനൊരു ജിസ്മോൾ അഡ്വക്കേറ്റും ഒക്കെ അല്ലായിരുന്നു, മുൻ പ്രസിഡന്റും ഒക്കെ ആയിരുന്നു. ആത്മഹത്യ ചെയ്യുമെന്ന് പറയാൻ ഒരു കാരണവശാലും ആത്മഹത്യ ചെയ്യാനുള്ള ഒരു കാര്യങ്ങളില്ല. ഒരു കൊലപാതകം പറയാൻ പറ്റില്ല. കൊലപാതകം അവര് ചെയ്തിട്ടില്ല, അവള് സ്വന്തമായിട്ട് ചെയ്തതാണ്. അതെ, സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി വിഷമമുണ്ട്. ഇവിടെ കല്യാണം കഴിച്ച് വന്ന സമയം തൊട്ട് ഞങ്ങളൊക്കെ ഉൾപ്പെടുന്ന 2-ാം വാർഡിലാണ് ജിസ്മോളുടെ വീട് ഉള്ളത്. വന്ന തൊട്ട് ഞങ്ങൾ പരിചയപ്പെട്ട കാലം തൊട്ട് നല്ലൊരു ബന്ധമാണ് ജിസ്മോളുമായിട്ടുള്ളത്. എല്ലാ കാര്യത്തിലും ഇവിടെ ഇടവകയിലാണെങ്കിലും ഞങ്ങളുടെ വാർഡിൻ്റെ ഓരോ പരിപാടികളിലാണെങ്കിലും എല്ലാ കാര്യത്തിലും നല്ല ഊർജിതമായിട്ട് പങ്കെടുക്കുകയും ആരും നിർബന്ധിക്കേണ്ട ആവശ്യമില്ല, സ്വയം പ്രേരിതമായിട്ട് എല്ലാ കാര്യത്തിലും വന്ന് കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നൊരു പ്രകൃതമായിരുന്നു. എല്ലാവരോടും വളരെ പുഞ്ചിരിയോടുകൂടിയും നല്ല മനോഭാവത്തോടു കൂടിയാണ് പെരുമാറുന്നത്. ഇപ്പം കഴിഞ്ഞ വർഷത്തെ ഈ നഴ്സറി സ്കൂളിലാണെങ്കിലും PTA പ്രസിഡന്റായിരുന്നു. നല്ല ജിസ്മോള് PTA പ്രസിഡന്റായിരുന്നു നഴ്സറി സ്കൂളിൻ്റെ. എല്ലാ കാര്യത്തിലും വളരെ ആക്റ്റീവായിരുന്നു. എല്ലാ പേരൻസിനാണെങ്കിലും വളരെ തൃപ്തികരമായ രീതിയിൽ എല്ലാ കാര്യത്തിലും പങ്കെടുക്കുകയുണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും വിഷമമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ നല്ലൊരു അഡ്വക്കേറ്റ് കൂടിയായിരുന്ന ജിസ്മോളെ പെട്ടെന്ന് ഈ വിയോഗം ഈ നാട്ടുകാർക്ക് ശരിക്കും പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. പ്രത്യേകിച്ച് 2 പിഞ്ചു കുഞ്ഞുങ്ങൾ. ഇവിടെയുള്ള എല്ലാവർക്കും തന്നെ വളരെ താല്പര്യമായിരുന്നു. കാരണം സന്ധ്യാസമയങ്ങളിൽ ഗ്രോട്ടോയിൽ പോവുകയും തിരികെത്തിക്കുകയും പോകുന്ന വഴിക്കാണെങ്കിലും ആരെ കണ്ടുമുട്ടിയാലും പുഞ്ചിരിയോടുകൂടി അവരോട് വളരെ ഹൃദ്യമായ രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഞങ്ങളെല്ലാം നല്ലൊരു ഫ്യൂച്ചർ കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ്. ഇവിടെ കല്യാണം കഴിച്ച് വന്നതിൽ നമ്മൾ നോക്കുമ്പോൾ എല്ലാ കാര്യത്തിലും വളരെ ആക്റ്റീവായിട്ട്, നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കുമല്ലോ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്നു, മുത്തോലി പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായിരുന്നു. അപ്പം ഞങ്ങളും ഒരു ഫ്യൂച്ചറിലേക്ക് ഒരു നല്ല ഒരു പ്രതിനിധിയെയാണ് ഞങ്ങൾ മുന്നിൽ കണ്ടിരുന്നത്. പക്ഷേ എല്ലാം പെട്ടെന്നാണ് തകിടം പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു കൃത്യത്തിലേക്ക് ജിസ്മോൾ കടന്നു പോകുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. എല്ലാവരും വളരെയേറെ നടുക്കത്തോടു കൂടിയാണ് ഈ സംഭവത്തെ നോക്കിക്കാണുന്നത്. കാരണം ഒരിക്കലും ജിസ്മോളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു കാര്യം ഉണ്ടാകേണ്ടതില്ല. പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ഈ നാട്ടുകാർ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് വെളിച്ചത്ത് വരുവാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതാണ് ഞങ്ങൾ ഈ കോരിച്ചൊരിയുന്ന മഴയത്തും ഈ ഒരു പരിപാടിയുമായിട്ട് ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തു. കാരണം നമുക്കറിയാം, തൊടുപുഴയിലെ ഷൈനിയുടെ കേസിലാണെങ്കിലും ഷൈനിയുടെ ഹസ്ബൻഡിനെ ചോദ്യം ചെയ്യുകയും അദ്ദേഹത്തിനെ അന്വേഷണ വിധേയമായിട്ട് റിമാൻഡ് ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷേ ഇവിടെ ഞങ്ങൾ ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തിട്ടും പോലീസിൻ്റെ ഭാഗത്തുനിന്നോ മറ്റ് ഭരണാധികാരികളുടെ ഭാഗത്തുനിന്നോ ഒരു മുൻകൈയും ഈ ഒരു കാര്യത്തിൽ അവരെടുത്തിട്ടില്ല. അപ്പോൾ അതിനാൽ നാട്ടുകാരെല്ലാം കൂടി തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ നമുക്ക് പ്രതിഷേധിക്കണം. ഇതിപ്പോൾ ഒരു സൂചന മാത്രമാണ്. ആളുകളുടെ ഒരു മനസ്സിലെന്താണ് എന്നുള്ള അറിയാൻ കൂടി. പിന്നെ ഇന്ന് ഞായറാഴ്ചയാണ്, നമുക്കറിയാം, പൊതു അവധിയാണ്. പലരും നേരത്തെ തന്നെ പല പ്രോഗ്രാമുകളും പ്ലാൻ ചെയ്തിട്ടുണ്ടാവും, പലയിടത്തും പോകാനൊക്കെ ആയിട്ട്. ഇപ്പം ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഇതിനൊരു ഫൈനൽ തീരുമാനമായത്. ഇന്ന് നമ്മൾക്ക് 5 മണിയാകുമ്പോഴത്തേക്ക് ഒരു പ്രതിഷേധ പ്രകടനം ഒരു സൂചനയായിട്ട് നടത്തണമെന്ന് തീരുമാനിച്ചു. കാണാൻ സാധിക്കും, ആളുകൾ ഓൾറെഡി വഴിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ തുടങ്ങി വെച്ച ആ ഒരു സംരംഭം ഞങ്ങൾ തീർച്ചയായും റെസ്പോൺസ് കിട്ടുന്നിടം വരെയും ഞങ്ങൾ ഏതൊരറ്റം വരെയും സമരത്തിലേക്ക് കടക്കാൻ തന്നെയാണ് തീരുമാനം. ഇത് ഒരു മുന്നോടിയാണ്. ഇതിനുശേഷം ഞങ്ങൾ ഏറ്റുമാനൂർ സ്റ്റേഷൻ അങ്ങോട്ട് മാർച്ച് ചെയ്യും. അവിടെ ഉപരോധം ഒക്കെ ചെയ്യാനായിട്ടുള്ള
പല പരിപാടികളും പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് ശേഷം ഞങ്ങളൊരു മീറ്റിംഗ് കൂടുന്നുണ്ട്, ഫ്യൂച്ചറിലേക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഞങ്ങൾ അടുത്ത തന്നെ തീരുമാനിക്കുന്നതായിരിക്കും. ജിസ്മോളൊക്കെ ഇത്ര അടുപ്പമുണ്ടെന്ന് പറഞ്ഞു. യെസ്. പക്ഷേ ഇത്ര ഒരു വിഷമമൊന്നും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും ജിസ്മോൾ ഒരിക്കലും സ്വന്തം വീട്ടിൽ നടക്കുന്ന ഒരു കാര്യങ്ങളും പരസ്യമായിട്ട് വെളിയിൽ പറഞ്ഞ് അവരെ അവഹേളിക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല. വേറൊരു എൻ്റെ ഒരു ഒബ്സർവേഷനിൽ നമുക്കറിയാം, മറ്റു പല പെണ്ണുങ്ങളാണെങ്കിൽ ചെറിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക് പറയാൻ പറ്റുന്ന അത്രയും ആളുകളോട് പറഞ്ഞ് അതിനെ പെരുപ്പിച്ച് കാട്ടി അതൊരു വലിയ ഇഷ്യൂ ആക്കാൻ ശ്രമിക്കാറ്. പക്ഷേ ജിസ്മോൾ എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റിയാണ്. കാരണം മറ്റു പെണ്ണുങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അവനവൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരോട് വിളിച്ചു പറയാനായിട്ടുള്ള ആ ഒരു പ്രകൃതമല്ലായിരുന്നു. അത് അവനവൻ്റെ വീട്ടിൽ നിന്ന് നമുക്കറിയാം, ഒരു കുടുംബ കോടതിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പം അവർക്ക് സ്വയം ഒരു തോന്നലുണ്ടായിരുന്നു. കാരണം ഞാനൊരു കുടുംബ കോടതിയിൽ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ കുടുംബത്തിലുണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങൾ എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആൾ ഫ്ലോപ്പാണ് എന്നുള്ള ഒരു തോന്നൽ പുള്ളിക്കാരത്തേക്ക് ഉണ്ടായിരിക്കാം. അതുകൊണ്ടാകാം ചെറിയ ഉള്ള വേദനകളെല്ലാം ഉള്ളിൽ തന്നെ ഒതുക്കി ഇത് ഇന്ന് ശരിയാകും നാളെ ശരിയാകും എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയത്. പക്ഷേങ്കിൽ നമുക്ക് വെളിയിൽ നിന്ന് നോക്കുന്ന ആളുകൾക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് ശരിക്കും ഇതുവരെയും തോന്നിയിട്ടില്ലായിരുന്നു. പക്ഷേ അതൊക്കെ വളരെ ഞങ്ങളുടെയൊക്കെ തെറ്റായ ഒരു മനോഭാവമായിരുന്നു എന്ന് ഞങ്ങളിപ്പം പല ആളുകളുടെ ഇതിൽ നിന്ന് വായുടിയിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ തീർച്ചയായിട്ടും ഇതിനൊരു ജിമ്മി ചെറുപ്പം തൊട്ടേ അറിയാവുന്നതാണ്. പക്ഷെ ജിമ്മി ഒരു കാമാൻ കൂൾ സ്വഭാവമായിരുന്നു. അങ്ങനെ വെളിയിൽ ആരുമായിട്ടും വലിയ കമ്പനിയൊന്നുമില്ല. ഇപ്പം നമ്മൾ സാറിന് കാണുന്ന പിള്ളേരെ പോലെ വെളിയിൽ വന്ന് വൈകുന്നേരങ്ങളിൽ കളിക്കാൻ പോവുകയോ അങ്ങനെയൊന്നുമില്ല. വീടിനുള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടുന്നൊരു പ്രകൃതമായിരുന്നു. അതുകൊണ്ട് തന്നെ ജിമ്മി ഏത് ടൈപ്പ് ഓഫ് ക്യാരക്ടറാണെന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും ഐഡൻറ്റിഫൈ ചെയ്യാൻ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. അത് ഞങ്ങളുടെ ഒരു ഫെയിലിയറാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട്, അത് സത്യം തന്നെയാണ്. ഇപ്പോഴല്ലേ നമ്മൾ ഓരോ കാര്യങ്ങളും വെളിയിലോട്ട് മറ്റുള്ളവർ പറഞ്ഞ് നമ്മൾ അറിയുന്നുള്ളൂ. ഞാൻ ഒരു NRI ആയിരുന്നു. ഞാനിപ്പം റീസെൻ്റ്ലി ഒരു 1 year ആയിട്ടുള്ളൂ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റേ ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പം എനിക്ക് തീർത്തും അങ്ങോട്ട് ഒരു ഫാമിലി ആയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. ബീന ടീച്ചർ എന്നെയും പഠിപ്പിച്ചിട്ടുള്ളതാണ്, നെറിക്കാട് സ്കൂളിൽ എന്നെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷെ അന്നൊന്നും നമ്മളുടെ ആ പ്രായത്തിൻ്റെ പക്വതയിൽ നമ്മളൊരു ടീച്ചറോട് നോക്കി കാണുന്ന ആ ഒരു റെസ്പെക്റ്റോട് കൂടിയാണ് നമ്മളെല്ലാം നോക്കുകയാണ്. പക്ഷേ ഇൻറ്റേർണലി എല്ലാ മനുഷ്യർക്കും വ്യത്യസ്തമായ സ്വഭാവങ്ങളാണ്. നമ്മളിങ്ങനെയുള്ള ഓരോ ഇൻസിഡൻസ് വെളിയിലോട്ട് വരുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരുടെയും തനി സ്വഭാവം എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഇവിടെ എനിക്കും പറയാനുള്ളത്, ഈ ഒരു ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതിൻ്റെ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ജിസ്മോൾക്കും ആ കുഞ്ഞുങ്ങൾക്കും നീതി ലഭിക്കുക എന്നുള്ളതാണ്. നമുക്കത് അപ്ഫ്രണ്ട് നമുക്ക് ഒന്ന് പറയാനായിട്ട് നമ്മളുടെ ആപ്റ്റായിട്ടുള്ള തെളിവുകളോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ കയ്യിലില്ല. ആ ഒരു നിലയ്ക്ക് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ഇത് കണ്ട് പിടിക്കേണ്ടതും തെളിയിക്കേണ്ടതും പോലീസ് ഓഫീസേഴ്സാണ്. അവർ അതിന് എത്രത്തോളം മുൻകൈ എടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് നോക്കി കാണേണ്ടത്. പക്ഷേ ഇവിടെ ഈ ഒരു സംഭവത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് പോലീസിൻ്റെ നിഷ്ക്രിയത്വം, അതായത് അവരുടെ ഭാഗത്തുനിന്ന് ആത്മാർത്ഥമായ ഒരു സമീപനം ഉണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. അതാണ് നാട്ടുകാരെല്ലാവരും കൂടി ഇപ്പം ഇങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് ഞങ്ങളെ കൊണ്ടെത്തിച്ചത്. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. ഇത്രയും പ്രായത്തിലും ഇതിനു മുമ്പ് നമുക്കറിയാം, ജനപ്രതിനിധി എന്ന നിലയിലും സാമൂഹ്യ പ്രവർത്തക എന്ന നിലയിലും ഒക്കെ അറിയാവുന്ന നമ്മുടെ പത്മകുമാരി ചേച്ചി ഈ പ്രായത്തിലും ആരോഗ്യസ്ഥിതിയും ഒക്കെ ഈ പ്രതികൂല കാലാവസ്ഥയിൽ പോലും നമ്മളോടൊപ്പം തുടക്കം മുതൽ ഈ സമയം വരെ ഇതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ഇത്രയും മുതിർന്ന മുതിർന്ന ഒരംഗം എന്ന് പറഞ്ഞ അമ്മ, ആ അമ്മയെ ഈ ഒരു സമ്മേളനത്തിന് സമാപന സമ്മേളനത്തിൽ ആശംസ പറയുന്നതിന് പത്മകുമാരി ചേച്ചിയെ വിളിക്കുന്നു. പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ നീർക്കാടിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു കുടുംബത്തിലെ 3 അംഗങ്ങൾ നഷ്ടപ്പെടുക എന്നുള്ളത് നമ്മുടെ ഈ ഗ്രാമത്തിൽ ആദ്യമായിട്ടാണ്. ഇതിന് മുമ്പ് കുറേ വർഷങ്ങൾക്ക് മുമ്പൊരു ലോറി അപകടം ഉണ്ടായ മുതലവാലപ്പാലത്തിനടിയിൽ പോയി 4 പേര് മരിച്ചിട്ടുണ്ട്. അതിനുശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ദാരുണമായ, ആർക്കും സഹിക്കാൻ പറ്റാത്ത, ഒരമ്മയ്ക്കും ഒരു സഹോദരിക്കും ഒരു മനുഷ്യനും സഹിക്കാൻ പറ്റാത്ത, ഒരാൾ ആത്മഹത്യ ചെയ്യണമെങ്കിൽ അതിന് പിന്നിലൊരു കാരണമുണ്ട്. അല്ലാതെ ആരും ആത്മഹത്യയില്ല. 2 പിഞ്ചു കുഞ്ഞുങ്ങളുമായിട്ട് ഒരു ചെറുപ്പക്കാരിയായിട്ടുള്ളൊരു സ്ത്രീ
ആറ്റിൽ ചാടി മരിച്ചു എന്നാണ് നമുക്കുള്ള അറിവ്. ഏതായാലും അങ്ങനെ പോകണമെങ്കിൽ അതിന് പോലും കാരണക്കാരായിട്ടുള്ള ആളുകളുണ്ട്. ആ വീട്ടിലെ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴാണ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കുറേ കാലങ്ങളായിട്ട് കല്യാണം കഴിച്ച് 7 മാസം മുതൽ അവരെ പീഡിപ്പിക്കുകയായിരുന്നു. അന്ന് മുതലുള്ള പീഡനവും കാര്യങ്ങളുമായിരുന്നു. അതെല്ലാം അവരുടെ രക്ഷകർത്താക്കളെയും ആങ്ങളെ അച്ഛനെയും ഒക്കെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അന്നേരം തന്നെ ആങ്ങളെ ചേച്ചിയെ വിളിക്കുമായിരുന്നു. ഇത്രയും വിദ്യാഭ്യാസമുണ്ട്, LLBയും കഴിഞ്ഞ് എറണാകുളത്ത് പോലും കോർട്ടിൽ പോയി കേസെടുക്കാനും ഒക്കെ പോയി പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റുമായിട്ടിരുന്ന ഒരു വിദ്യാഭ്യാസമുള്ള എല്ലാവർക്കും ഒരു സമ്മതിയായിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു. എന്താണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് നമ്മളിപ്പം മനസ്സിലാക്കുന്നത് വീട്ടിലെ ഗാർഹിക പീഡനം തന്നെയാണെന്നും ആ കൊച്ചിൻ്റെ തലയൊക്കെ പിടിച്ച് ഭിത്തിക്കിട്ട് ഇടിച്ച് തലയുടെ പുറമൊക്കെ പൊട്ടിയിട്ടൊക്കെ ഉണ്ടെന്നുള്ളതാണ് അന്ന് കണ്ട ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും 2 കുഞ്ഞുങ്ങളുമായിട്ട് ഇതിനു മുമ്പും കൈമുറിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ 2 കുഞ്ഞുങ്ങൾ, 2 ഓമന കുഞ്ഞുങ്ങൾ, 1 വയസ്സും 4 വയസ്സും ഉള്ള 2 കുട്ടികളുമായിട്ട് ആണ് മരിച്ചത്. കണ്ട ആളുകൾ ഓടിച്ചെല്ലുമ്പം തീരെ മരിച്ചിട്ടില്ല, ശ്വാസം ഉണ്ടായിരുന്നു. എടുത്തു കഴിഞ്ഞാൽ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് വഴിക്ക് തന്നെ എല്ലാവരും മരിച്ചതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ആരായാലും നമ്മൾക്ക് കുറ്റവാളി ആരായിരുന്നാലും അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. അതാണ് നീറിക്കാട്ട് നിവാസികൾ. ഒരു കക്ഷിയില്ല, രാഷ്ട്രീയമില്ല, ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. ഈ നാടിൻ്റെ ഐക്യം, നീറിക്കാടിൻ്റെ ഐക്യമാണ് ഈ പെരുമഴയത്തും ഇവിടെ കണ്ടിട്ടുള്ളത്. അത് അത്തരം രൂപത്തിലേക്കുള്ള നടപടിക്രമവുമായി ബന്ധപ്പെട്ടും ഇവിടുത്തെ പോലീസും അതുപോലെ തന്നെ ഗവൺമെൻറ്റും എല്ലാം ഇടപെടണം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.